ഇവിടെ മുങ്ങിയ ആളെ രക്ഷിക്കാൻ നോക്ക, താൻ ഇങ്ങോട്ട് ഓടി വരുവാണോ വേണ്ടത്? അതിനുള്ള ഏർപ്പാട് ചെയ്തു ഡോക്ടർ. ഞാൻ വിവരം അറിയിക്കാൻ വന്നതാ. മഞ്ഞക്കുളം മുങ്ങിപ്പോയ ആളിന്റേതാ. അതുകൊണ്ട് ആ ഏരിയയിൽ അവനാ സാധ്യത. ഇവിടെ എത്ര ആളും കാണും? 20 അടിയെങ്കിലും കാണും. താനും കൂടി ചാടണം. ഞാൻ ചാടാം. What is this? അവിടെ പൊങ്ങി. അതുപോയി. എവിടെ എന്റെ മഞ്ഞക്കുട? കുടയൊന്നും എങ്ങും പോയിട്ടില്ല. തങ്കപ്പൻ എന്ത് പണിയായി കാണിച്ചത്? ഛേ, തങ്കപ്പനല്ല ഞാൻ, ശങ്കർ ബാനു, സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ശങ്കർ ബാനു. പെട്ടെന്ന് എനിക്ക് മദ്രാസിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. ഡയറക്ടർ ജോഷിയും മോഹൻലാലും ലൊക്കേഷൻ നോക്കാൻ വേണ്ടി കായലിൽ എത്തിയിട്ടുണ്ട്. ഈ കായൽ എന്റെ ലൊക്കേഷനാ. ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേറെ ഒരുത്തിനും ഞാൻ സമ്മതിക്കില്ല. എന്നെ കണ്ടതും ജോഷിയും മോഹൻലാലും ഒറ്റ ഓട്ടം. ഞാൻ കായലിൽ ചാടി അവരെ പിന്തുടർന്നു. ഇതൊക്കെ പോട്ടെ, ഡയറക്ടർ പ്രിയദർശി ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറും. ഞാനിപ്പോ വരാം. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ജെയിംസ് കണ്ടത്തിൽ, ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ്. സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോ. പിന്നെ നിർത്തിയല്ലേ? ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് ഓർമ്മയുണ്ടോ? അന്ന് ബ്രസ്റ്റ് സ്ട്രോക്കിലും ബാക്ക് സ്ട്രോക്കിലും എനിക്ക് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈസിലെ മത്സരിച്ചില്ല. ബാക്ക് സ്ട്രോക്ക് ചെയ്യുമ്പോ തല പടവിലിടിച്ച് ഇൻജുർഡായി. അയ്യോ. ഞാനൊന്ന് തല ഷേവ് ചെയ്തിരിക്കായിരുന്നു, നമ്മുടെ സെബാസ്റ്റ്യൻ സേവ്യറിനെ പോലെ. ഷേവ് ചെയ്താൽ തല വെള്ളത്തിൽ കൂടി ചാട്ടുളി പോലെ പായും. നമ്മുടെ വിൽസൺ ചെറിയാൻ ഇപ്പൊ എവിടെയുണ്ട്? അദ്ദേഹം ഇപ്പോ റെയിൽവേയിലാണെന്ന് തോന്നുന്നു. കണ്ടാൽ എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. അത് എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. എന്നാലും എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. മറ്റൊരു പ്രധാന കാര്യം, ശങ്കർ ബാനുവിന്റെ ജീവൻ രക്ഷിച്ച നിങ്ങൾക്ക് ഇന്ന് രാത്രി ഗംഭീരമായ ഒരു ഡിന്നർ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വരണം. അത് എന്റെ ഒരു സന്തോഷത്തിന് പ്ലീസ്. ഞങ്ങൾ വരാം സാർ. അപ്പൊ ക്യാഷ് എന്റെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളൂ സാർ. ഇന്ന് രാത്രിയാ ഡിന്നർ, 8:30. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. ചങ്ക ചക്ക 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 ചങ്ക ചക്ക. എന്റെ അമ്മേ, ഞാന് രാജപ്പനും 506 രോഗി ബഹളം വെച്ചപ്പോ അവിടെ പോയിരിക്കായിരുന്നു. ആരെവിടെ പോയി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്.
രോഗികളെ രോഗികളായി കണ്ട് മുറിയിലടച്ച് പൂട്ടാത്തത് അവർക്ക് സമ്മർദ്ദം ഉണ്ടാവരുതെന്ന് കരുതിയാണ്. മാത്രമല്ല, ഓരോരുത്തരെയും നിങ്ങൾ വാച്ച് ചെയ്തോളൂ എന്നുള്ള വിശ്വാസത്തിലുമാണ്. ഐ കനോട്ട് ടോളറേറ്റ് ദിസ്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. പ്രദീപ്, മിസ്റ്റർ ദീപകിന്റെ ഭാര്യയുണ്ടല്ലോ, ഐ തിങ്ക് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് കേസ്. ആളുകളുടെ ഇടയിലുള്ള പെരുമാറ്റം, തനിച്ചിരിക്കുമ്പോഴുള്ള പ്രവൃത്തികൾ, വി നീഡ് എ തറോ സ്റ്റഡി. യെസ് ഡോക്ടർ. ഓരോരുത്തരുടെ ഒബ്സർവേഷനിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പപ്പ അറിയിക്കണം. മായ, പ്ലേസ് അവർ വീഡിയോ ക്യാമറ ഇൻ ഹിയർ. എനിക്കൊരു സോപ്പ് വേണം. രാവിലെ ജെയിംസ് കുളിച്ചതല്ലേ? കുളിക്കാനല്ല, പിന്നെ ഊണിന്റെ കൂടെ തന്ന പൊരിച്ച മീനിൽ അപ്പടി മുളകും മസാലയുമാണ്. അത് കഴുകിക്കളയാന്. മാധവ, സർ. സോപ്പിന്റെ കൂടെ കുറച്ച് ഡെറ്റോളോടെ കൂടെ മീൻ നല്ലവണ്ണം വൃത്തിയായിക്കോട്ടെ. താങ്ക് യു. ഹലോ, ഞാൻ ഡയറക്ടർ ശങ്കർബാനുവാണ്. ലൊക്കേഷനിൽ നിന്ന് വിളിക്കുക. 1001 കുതിരകളെ ഉടനെ അയക്കണം. ഡാൻസ് ചെയ്യുന്ന പെമ്പിള്ളേര് 501. അതെ അതെ, കുതിരകളും പെമ്പിള്ളേരും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡാൻസ്. പിന്നെ ആ ഡയറക്ടർ പ്രിയദർശൻ മദ്രാസിലുണ്ടെങ്കിൽ അവനോട് പറഞ്ഞേക്ക് അവന്റെ വേഷം കെട്ടൊന്നും എന്നോട് വേണ്ടാന്ന്. അവന്റെ തേന്മാവിൻ കൊമ്പത്ത് കിലുക്കം, ചിത്രം ഇതൊന്നും അത്ര വലിയ പടല്ലാന്ന് ഇവിടുത്തെ സാധാരണക്കാരന് വരെ അറിയാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പടം എടുക്കാൻ എനിക്കറിയാം. പിന്നെ എല്ലാ കഥാകൃത്തുക്കളോടും പറഞ്ഞേക്ക് ഏതവൻ കഥ എഴുതിയാലും ആ കഥയ്ക്ക് ഞാൻ എന്റെ പേരിടും. അതങ്ങനെയാ. തെലുങ്കന്മാർക്ക് എനിക്ക് ആ കഥ വിൽക്കണം. അതിന് സൗകര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം എനിക്ക് എഴുതി തന്നാ മതി. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇയാളോട് ഡോക്ടർ ഫോൺ എടുക്കാൻ ആര് പറഞ്ഞു? സിനിമയുടെ കഥ മോട്ടിച്ച് കണ്ണു കണ്ടെല്ലാം മോട്ടിക്കാൻ തുടങ്ങിയോ? അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇരുന്ന് മഞ്ഞക്കോടെ ഇവിടെ. മഞ്ഞക്കൂടല്ലേ ഇതേ കിടക്കണത്? പ്രിയദർശൻ എനിക്കൊരു പ്രശ്നമല്ല. എന്ന പ്രിയദർശൻ എനിക്കും ഒരു പ്രശ്നമല്ല. അവിടെ എങ്ങാനും വല്ല തിരക്കഥ എണ്ണിങ്ങി എടുത്തോണ്ട് പോയി. എനിക്ക് തിരുത്തണം. ഇറങ്ങി കഴിഞ്ഞ പടത്തിന് തിരക്കഥ മതിയോ? എന്തെങ്കിലും മതി. എനിക്ക് ഉടനെ തിരുത്തണം. കൈ ചൊറിഞ്ഞിട്ട് പാടില്ല. എന്നപ്പോ ഉടനെ കൊണ്ടുതരാം. എന്താ പോടോ കോടക്കള്ളൻ. ഒന്ന് തന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടല്ലോ. അവൾ എവിടെ നിന്ന് അടിച്ചോണ്ട് വന്നതാ? അവൾക്ക് ഞാൻ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. അടുത്ത ആഴ്ച ഞാനൊരു പുതിയ പടം തുടങ്ങുന്നുണ്ട്. അശോകവനത്തിലെ സീത. വേണമെങ്കിൽ ഞാൻ അവളെ സീതയാക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ മേക്കപ്പ് മാനെ റൂമിലേക്ക് പറഞ്ഞയക്കാം. എന്തിന്? ഒരു ടെസ്റ്റ് എടുക്കാൻ. രാവിലെ കഴിക്കാനുള്ള മരുന്ന് താങ്കൾ കഴിച്ചില്ലല്ലേ? മരുന്നാ? നിന്നെ നിക്കടോ. എടോ, അശോകവനത്തിലെ സീത എന്ന് പറയുമ്പോ വലിയ അഭിനയൊന്നും വേണ്ട. ചുമ്മാ മരത്തിന്റെ ചോട്ടിലിരുന്നാ മതി. പടം തുടങ്ങി അവസാനിക്കുന്ന വരെ അതേ ഇരിപ്പ്. അങ്ങനെ ഞാൻ പടം ഹിറ്റാക്കും. അങ്ങനെ ഹിറ്റാക്കാൻ വേറെ ഏത് സംവിധായകരുണ്ടോ ഇവിടെ? ഫാസിൽ, ജോഷി, ഷാജി, കൈലാസ് എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. പ്രിയദർശന് മൂക്കുകൊണ്ട് ഞാൻ ഇച്ഛ വരപ്പിക്കടോ. എന്നാ താങ്കൾ ഇവിടെ നിന്ന് ഇച്ഛാന്ന് വരപ്പിച്ചോണ്ടിരിക്കും. ഞാൻ പോട്ടെ. നിക്ക്. ഒരു കാര്യം ചെയ്യാം. തനിക്ക് ഞാൻ ഒരു റോള് തരാം. സീതയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്ന ഒരു അതിഥി ഹനുമാൻ. ആ വേഷം താങ്കൾ ചെയ്യുന്നതായിരിക്കില്ലേ കൂടുതൽ നല്ലത്? അതെന്താ തനിക്ക് ഇതെന്താ കുഴപ്പം? എനിക്ക് ചെയ്യാൻ പറ്റില്ല. പറയടാ. ഇങ്ങോട്ട് വാ തങ്കപ്പാ. അതെ, മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി.